ഉണ്ട്. അതായത് സുബോധർത്തം വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്നതിനെ പൂർണ്ണമായും ശക്തമായ പിന്താങ്ങാൻ ഞാൻ തീരുമാനിച്ചു. അത് തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ചില സമുദായത്തിലെ ഒരു വിഭാഗം, ആ സമുദായത്തിലെ മുസ്ലിം സമുദായത്തിലെ എല്ലാവരും ഞാൻ പറയുന്നില്ല, ഒരു വിഭാഗം നേതൃത്വം, അത് ശരിയല്ല. ഇത് 1990 കൊളംബോയിൽ തുടങ്ങി വെച്ച ഒരു സംരംഭമാണ്. അത് തുടങ്ങിയത് ആൽബർട്ട് ബിജോ എന്നൊരു വ്യക്തിയാണ് തുടങ്ങിയത്. അല്ലാതെ ഇതൊരു പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കുന്നുണ്ടെങ്കിൽ ശരീരത്തിന് ആയാസമില്ല. ഇത് പറയുന്ന ഒരു തൊഴിലിന്റെ മറ്റൊരു രൂപമാണ്. ഇത് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, മതവിദ്വേഷം ഉണ്ടാക്കാൻ, മതവികാരങ്ങൾ ഉണ്ടാക്കാൻ ഇതിനെ എതിർക്കുന്ന ശക്തികൾ ആരായാലും അവരിൽ നിന്ന് പിന്മാറണം. മാത്രമല്ല, ഗവൺമെന്റ് ശക്തമായി എടുത്ത ഈ തീരുമാനം നടപ്പാക്കണം. ചില മതവിശ്വാസികൾ ഭരണവും അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഗവൺമെന്റ് എല്ലാം ചെയ്യുന്നത് വരുന്നത്. അത് ശരിയല്ല. അത് കേൾക്കുന്നത് ശരിയല്ല. അത് കേൾക്കുന്നത് നടപ്പാക്കുന്നത്, അതിന് വിധേയനാകുന്നത് ശരിയല്ല. ഇവിടെ എല്ലാം നടക്കേണ്ടത് ഒരു സമയ വ്യത്യാസപ്പെടുത്തിയെങ്കിൽ അതിന് തർക്കം എന്ന് ശരിയല്ല. ഈ രാജ്യത്ത് മതരാജ്യം മതസംസ്ഥാനം സ്ഥാപിക്കാനായിട്ടാണ് ഇതെല്ലാം ശ്രമിക്കുന്നത് എന്ന് ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ തെറ്റെന്ന് പറയാൻ സാധിക്കും. എന്ത് ചെയ്താലും അതിൽ മറ്റൊരു അഭിപ്രായം കൊണ്ടുവരിക ശരിയല്ല, മാന്യമല്ല. മതിയാക്കി ഈ രാജ്യത്ത് എല്ലാ സമുദായങ്ങളും ചേർന്ന സമൂഹമാണ്. അതുകൊണ്ട് മതസൗഹാർദ്ദം സ്ഥാപിച്ചുകൊണ്ടും മതവിദ്വേഷമില്ലാതെ എല്ലാവരും സോദര ചിന്തയോടുകൂടി പോകാനുള്ള ഒരു ചിന്തയായിരിക്കണം. ഒരു കൂട്ടായ്മയുണ്ട്, ശക്തിയുണ്ട്, മണി പവറുണ്ട്, മസിൽ പവറുണ്ട്, മാൻ പവറുണ്ട് എന്നതിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കുന്ന നയം ഒരു സമുദായം കാണിക്കുന്നു ശരിയല്ല. അവരുടേതായ ആധിപത്യമോ അല്ലെങ്കിൽ അവരുടേതായ ദാർഢ്യമോ നടപ്പാക്കുക എന്ന ശ്രമമാണ്. ഇത് കാണുമ്പോൾ മറ്റു വിഭാഗക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കുണ്ടാകുന്ന മനപ്രയാസം, വിദ്വേഷം ഉള്ളിലുണ്ട്. ഇതെല്ലാം ഈ രാജ്യത്തിന്റെ മതേതര ചിന്തകൾക്കും മതസൗഹാർദ്ദം നിലനിർത്തുന്നതിനും സഹായകരമല്ല. വിദ്യാഭ്യാസത്തിന് നല്ല ഉല്ലാസം, ഫുൾ യൂണിഫോം ധരിച്ചാൽ, ഞാൻ തുണിയില്ലാതെയല്ല, ആപാത ചൂടം വസ്ത്രം ധരിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കാണിച്ചുള്ള ഡ്രില്ല് എന്ന് പറയും. ആ ഡ്രില്ലിന്റെ മറ്റൊരു രൂപമാണ്. എന്തിന് എതിർക്കാൻ വേണ്ടി എതിർക്കുന്നത്? എന്തിന്? ഗവൺമെന്റിനോട് നല്ലൊരു കാര്യമല്ലേ, നല്ലതെന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യുന്നതിന് പകരം അതിന് മുസ്ലിമിലെ എല്ലാവരും എതിർത്തില്ല. ചില വിഭാഗങ്ങൾ എതിർക്കാൻ വേണ്ടിയിട്ട് എതിർക്കുക. ശരിയല്ല, മാന്യമല്ല. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ വകുപ്പിലെ ഇന്നത്തെ മന്ത്രി കൊണ്ടുവന്ന ഈ പരിഷ്കാരം SFDP യോഗം ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും അതിനുവേണ്ട എല്ലാ പിന്തുണയും നൽകാനാണ് ഇന്നത്തെ യോഗം തീരുമാനിച്ചത്. അവർക്ക് അവരുടെ ആധിപത്യമാണ് ഇവിടെ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഏതൊരു അഭിപ്രായം. കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് അരമണിക്കൂർ കൂട്ടിയപ്പോൾ ഉടനെ എന്താ പറഞ്ഞത്? പാടില്ല, അത് ഞങ്ങളുടെ പിള്ളേർ പഠിക്കാൻ പോകുന്നതിനുള്ള മതപാഠശാലയിൽ മതപാഠശാലയിൽ പോകുന്നതിനുള്ള സമയക്രമം അവർ കാണിച്ചാൽ പോലെ അത് തയ്യാറാകുന്നില്ല. അവര് തയ്യാറാകാതെ ഗവൺമെന്റ് തയ്യാറാകണം. ഇപ്പൊ എന്ന് ഗവൺമെന്റ് എടുക്കുന്ന
ഒരു നയത്തിന് രൂപീകരിച്ച് അത് സമൂഹത്തിൽ നല്ലതല്ലേ. അരമണിക്കൂറും കൂടുതലെടുത്താൽ അത്ര കുട്ടികൾക്ക് പഠിക്കാനും പഠിപ്പിക്കാനും സൗകര്യം കിട്ടുന്നുണ്ട്. ഇത് സമൂഹം നന്നാകും. അപ്പൊ അവർക്ക് ക്ലാസ്സിൽ പോകാനുള്ള അവരുടെ മതത്തിന്റെ ക്ലാസ്സിൽ പോകും. അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്താൽ പോലെ. അവർക്ക് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞില്ല. അവർ പറഞ്ഞത് നടക്കാം. ആ താർക്കും ശരിയല്ല. നിലമ്പൂര് ആ സീറ്റ് UDF സീറ്റാണ്. UDF ജയിച്ചു. അംഗീകരിച്ചേ പറ്റൂ. LDF തോറ്റെന്ന് പറയാനോ പറ്റില്ല. LDF നല്ല മാർഗമുള്ള വോട്ട് കിട്ടി. മാത്രമല്ല, പണ്ട് കോൺഗ്രസ് നിന്ന് മത്സരിക്കുമ്പോൾ ലീഗ് എതിരായിരുന്നു. ഇത് ലീഗും കോൺഗ്രസും ഒരേ മനസ്സോടുകൂടി ശക്തമായിട്ട് നിന്ന് കോൺഗ്രസ് ജയിപ്പിക്കുകയും അരുവാൾ ചുറ്റി നക്ഷത്രത്തിൽ ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ച ആളെന്നുള്ള വ്യത്യാസം 11,000 പറ്റിയ അതൊരു വലിയ വോട്ടാണെന്ന് പറയാനുള്ളത്. പക്ഷെ അൻവറിന്റെ ശക്തി എന്തുമാത്രം ഉണ്ടെന്നുള്ളത് തിരിച്ചറിയാൻ ഗവൺമെന്റിന് സാധിക്കാതെ 20,000-ത്തിനടുത്ത് വോട്ടാണ് വിചാരിച്ചത്. പക്ഷെ അതിന് ഭരണം ഉണ്ടായിരുന്ന കാലത്ത് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജനോപകാര പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളെ കയ്യിൽ നല്ലൊരു ഭാഗം ജനങ്ങളെ സ്വാധീനം ചെലുത്താൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് 20,000 അദ്ദേഹം തോക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് 20,000 ആളുകൾ വോട്ടെടുക്കാൻ തയ്യാറായില്ലേ. അതൊരു ചെറിയ കാര്യമായി കണക്കാക്കാൻ സാധിക്കില്ല. ക്യാപ്റ്റൻ ഒരു കാര്യമുണ്ട്, അൻവർ പാർട്ടിക്ക് വിധേയനായാൽ എടുക്കാവുന്നത്. അപ്പോ കോൺഗ്രസിലെ UDF കണ്ണീർ ഉൾപ്പെടെ അവർ പാർട്ടിക്ക് പക്ഷെ അത് അദ്ദേഹം തയ്യാറായി. അദ്ദേഹം തയ്യാറാകാതെ വന്നപ്പോൾ സതീശൻ ഉൾപ്പെടെ ഉള്ളവർ വളരെ സ്ട്രോങ് ആയ ഒരു നിലപാടെടുത്തു. വിധേയരാകാത്തിടത്തുള്ള കാലം അൻവറിനെ എടുക്കേണ്ട എന്ന് രീതിയിലാണ്. ലീഗ് 2 വള്ളത്തിൽ നിന്നു എടുക്കണം എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാൽ പോലും അതിന് വേണ്ടത്ര പരിഗണന കൊടുക്കാതെ ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഈയിടെ സ്ട്രോങ് ആയി ഒരു തീരുമാനം എടുത്ത് പാർട്ടിക്ക് വിധേയനാകാതെ എടുക്കാൻ പാടില്ല എന്ന ഒരു തീരുമാനത്തിൽ അടിയുറച്ചു നിന്ന ഒരു നയം കോൺഗ്രസ് ഇപ്പോൾ എടുത്തു. അത് ശരിയായൊരു തീരുമാനമായി. ഒരു പാർട്ടി കേഡർ പാർട്ടിക്ക് അതേ സാധിക്കും. എപ്പോഴും കോൺഗ്രസ് വളഞ്ഞു തിരിഞ്ഞും അങ്ങോട്ടിങ്ങും ചാഞ്ഞിച്ചരിഞ്ഞിരിക്കുന്ന ഒരു ശൈലിയാണ് എങ്കിൽ സതീശത്തോട UDF കണ്ണീർ സ്ട്രോങ് ആയി നിന്ന് എന്നിട്ടും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും അതിന്റെ സ്ട്രോങ് ആയി നിന്ന കുഴപ്പങ്ങൾ വരുമെന്നൊക്കെ പലരും പറഞ്ഞെടുക്കുന്ന ഒന്നും സംഭവിച്ചില്ല, ജയിച്ചു. അത് കോൺഗ്രസിന്റെ അടുത്ത് തീരുമാനം വളരെ ശരിയായിരുന്നു എന്ന് തെളിയിക്കും. അത് സതീശന്റെ വിജയമല്ല, അത് കോൺഗ്രസിന്റെ അവരുടെ കൂട്ടായ്മ വാസ്തവത്തിൽ ജയം ലീഗിന്റെ അത്തരത്തിൽ ലീഗിന്റെ വിജയമാണ്. പക്ഷെ ഇതൊരു തീരുമാനത്തിൽ നിന്ന് മാറില്ല. ആ അഭിപ്രായത്തിൽ സ്ട്രോങ് ആയി നിന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അഭിമാനിക്കാവുന്നു. ഒരു കാര്യമില്ല. ഈ നിലമ്പൂരത്തെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടോന്നും അത് അസസ് ചെയ്തുകൊണ്ട് വലിയ കാലത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു കഥയില്ല. നിങ്ങൾ ഞാനെത്ര പറഞ്ഞാലും നിങ്ങൾ എന്നാ പലരും സമ്മതിക്കുന്നത് കാണാൻ പോണ പോലെയല്ലേ. ഇത് കണ്ടിട്ടാണോ നിങ്ങൾ ഇവിടെ അവിടെ അല്ലെങ്കിലും ആരുടെ സീറ്റായിരുന്നു മിസ്റ്ററേ? UDF സീറ്റല്ലേ ഇത്? UDF സീറ്റ് UDF എടുത്തു, അവർ കിട്ടി. അതുകൊണ്ട്
കേരള ഭരണം മുഴുവൻ കിട്ടുമെന്ന് വലിയ ആശയിൽ ആരെങ്കിലും നടന്നാൽ അത് ശരിയാകുമോ? കാണാൻ പോണ പോരല്ലേ. അതിന്റെ പേരില് സതീശൻ ക്യാപ്റ്റനാണെന്നൊക്കെ പറഞ്ഞു, ടീം ക്യാപ്റ്റൻ. ഓ പട്ടാളക്കാരനാണ്. അപ്പൊ തണ്ണി ചേർത്ത് സോൾജറ് അവര് അണ്ണനും തമ്പിയും കളിച്ചോട്ടെ. ഇങ്ങനെ അണ്ണനും തമ്പിയും കളിച്ചു നടക്കേ ഉള്ളൂ. അവസാനം ജനമുണ്ടല്ലോ, ഇതെല്ലാം കണ്ടിട്ടില്ല ജനം ഇരിക്കുന്നത്. ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ അവരുടെ കൂട്ടത്തിൽ ഐക്യമില്ലെന്ന്. കോൺഗ്രസ് എന്ത് ഐക്യം? ജയിച്ചു എന്ന് അഭിമാനിക്കുന്നു കോൺഗ്രസ് എന്നൊക്കെ പറയുമ്പോൾ പോലും ജയിച്ചു കഴിഞ്ഞപ്പോൾ ഒരാള് പറയുന്നത് എന്താണ്, ഞാൻ ക്യാപ്റ്റൻ. അപ്പൊ ഒരാൾ പറയുന്നത് മേജർ, അപ്പൊ മറ്റൊരാൾ പറയുന്നത് ഞാൻ സോൾജർ എന്ന് പറയുമ്പോൾ ഇത് 3 തട്ടയിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞത് ഇവിടെ സംബന്ധിച്ചിടത്തോളം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒന്നാകുന്ന 1 ലക്ഷമല്ല, ഗ്രൂപ്പുകളിൽ ആശയമായി. ഇനി ഇത് പറയാത്ത പോലെ ഗ്രൂപ്പുകൾക്ക് ഡൽഹിയിലിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ കളി എന്താണെന്ന് നമുക്കൊന്നും അറിയാനൊക്കത്തില്ല. ആരെല്ലാം കളിപ്പിക്കും എന്ന് കാണാൻ പോണ പൂരമാണ്. അപ്പൊ കുറച്ചുകൂടെ കാത്തിരിക്കുക. ഈ ഭാരതാംബയുടെ ചിത്രത്തോട് ബന്ധപ്പെട്ട് വിവാദം ഈ അടുത്ത ദിവസം വളരെ സജീവമാണ്. അതെ, ഭരണഘടന പരിശോധിക്കാത്ത ചിഹ്നം അതിനെ പൂജിക്കണമെന്നൊക്കെ പറഞ്ഞാണ് ചർച്ചകൾ നടക്കുന്നത്. ചില വിഭാഗങ്ങൾ അപ്പൊ അതിനുള്ള പ്രസിഡന്റ് യോഗത്തിന്റെ നിലപാടെന്താണ്? ഞങ്ങൾക്കൊരു നിലപാടില്ല. ഈ വിശ്വാസം രക്ഷിക്കട്ടെ ഓരോരുത്തരും. അല്ലാതെ ഞങ്ങൾക്ക് എന്താ അഭിപ്രായം? നിങ്ങളിപ്പോ ഇത് കണ്ടിട്ട് ഭാരതാംബയാണെന്നും പറഞ്ഞു അത് നിങ്ങളുടെ വിശ്വാസം. അതാവുക ഓരോരുത്തരുടെ വിശ്വാസമല്ലേ. ആ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. SNDP ഒരു ചർച്ചയോ തീരുമാനമോ ആ കാര്യത്തിലൊന്നും എടുത്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. നല്ല കാര്യമാണെന്ന് അവർക്ക് തോന്നിയെങ്കിൽ അവരുടെ അഭിപ്രായം. അത് വെക്കുന്നവരുടെ ആഗ്രഹം അല്ലേ. ഇപ്പൊ ഇവിടെ ചടങ്ങ് വെക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു കാറൽ മാർക്സിന്റെ വെക്കണം ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം. അത് സംഘടിപ്പിക്കുന്ന ആളുകളുടെ വിചാരമാണ്. ഇതൊരു പിടിയില്ല. ഞാൻ സിനിമയിൽ നാടകമൊന്നും കാണാറില്ല. ആ വിഷയമേ അറിയാമോ? ഇതൊരു രസകരമായ വിഷയമാണ്. ഞാൻ സിനിമ കാണാറില്ല. ഇങ്ങനെ അമ്മാന്നൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്നുള്ളതല്ലാതെ എനിക്ക് ആ വിഷയം അറിയാൻ പറ്റില്ല. അതൊക്കെ വിട്ടുകളാണ്.